ഗായ്സ്, നമ്മൾ ഇന്ന് വിഷുവിനായിട്ടുള്ള പടക്കം മേടിക്കാനായിട്ട് പോവുകയാണ്. എല്ലാ വർഷവും ഈ ഒരു കടയിൽ നിന്നാണ് കേട്ടോ നമ്മൾ പടക്കമൊക്കെ മേടിക്കാറുള്ളത്. ഇവിടെ ഹോൾസെയിൽ വിലക്കാണ് നമുക്ക് പടക്കങ്ങളൊക്കെ കിട്ടുന്നത്. അതുകൊണ്ട് നമുക്ക് അഫോർഡബിളും ആണ്. സാധാരണ അച്ഛനാണ് എപ്പോഴും വന്ന് മേടിക്കാറുള്ളത് കേട്ടോ. അച്ഛൻ ഒറ്റയ്ക്കാണ് വന്ന് പടക്കമൊക്കെ മേടിച്ചുകൊണ്ട് വരുന്നത്. ഇത്തവണ നമ്മളിവിടെ പോന്നു. ഇന്ന് വോട്ട് ചെയ്യേണ്ട ദിവസമായിരുന്നു. അപ്പോൾ വോട്ട് ചെയ്തിട്ട് നേരെ ഈ കടയിലോട്ടാണ് വന്നത്. നമ്മൾ ചെന്നപ്പോഴത്തേക്കും ഒരുപാട് സ്റ്റോക്കുകളൊന്നും അവർക്ക് വന്നിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. സാധാരണ എല്ലാ വർഷവും വെറൈറ്റി ആയിട്ടുള്ള പടക്കങ്ങൾ മാത്രമാണ് നമ്മൾ മേടിക്കാറുള്ളത്. ഒരുപാട് കമ്പത്തിരിയൊക്കെ മേടിച്ചാലും ആരും അങ്ങനെ കത്തിക്കത്തൊന്നും ഇല്ല. അത് കാരണം ഇത്തവണ വളരെ കുറച്ച് പടക്കം മതി, നമുക്ക് അത്യാവശ്യം വെറൈറ്റി മാത്രം മതി എന്നൊക്കെ പറഞ്ഞാൽ പോയത്. സ്റ്റോക്ക് ഇല്ലാത്ത കാരണം തന്നെ നമ്മൾ കഴിഞ്ഞ വർഷം മേടിച്ച പടക്കങ്ങളൊക്കെ തന്നെയാണ് മേടിച്ചിരിക്കുന്നത്. പിന്നെ 1-2 പുതിയ മോഡലൊക്കെ കിട്ടിയിട്ടുണ്ട്. അതല്ല, ഓരോ ദിവസങ്ങളാണ് കേട്ടോ വരുന്ന വണ്ടികൾ. അത് 400 അതിന് മാത്രമുണ്ട്. കത്ത് കാണുമ്പോൾ അതിന് മാത്രമുണ്ട്. ഇത് ഉത്സവത്തിനൊക്കെ നമ്മളെപ്പോഴും വിഷുവിൻ്റെ കുറച്ച് നാൾ മുന്നേ ആയിട്ട്, അതായത് കുറച്ച് നേരത്തെ ആയിട്ട് പോയി പടക്കം മേടിക്കും കേട്ടോ. അല്ലെങ്കിൽ നമുക്ക് സെലക്ട് ചെയ്തെടുക്കാനോ ഒന്നും പറ്റത്തില്ല. കാരണം വിഷുവിൻ്റെ തലേ ദിവസമോ അതിൻ്റെ പിറ്റേ ദിവസമൊക്കെ പോയി കഴിഞ്ഞാൽ നിറയെ ആൾക്കാരായിരിക്കും. നമുക്ക് വേണ്ട പടക്കങ്ങളൊന്നും അവർക്ക് എടുത്തു തരാൻ പോലും സമയം കാണത്തില്ല. ഇതങ്ങനെ ആരും ഇല്ലാത്ത കൊണ്ട് തന്നെ ആ ചേട്ടൻ എന്തൊക്കെയാണോ അവിടെ ഉള്ളത് അതൊക്കെ ഞങ്ങളെ കറക്റ്റായിട്ട് കാണിച്ചു തന്നു. അപ്പോൾ ഇനി പടക്കം മേടിക്കാൻ പോകുന്ന ആൾക്കാർ വിഷുവിന് ഒരാഴ്ചക്ക് മുമ്പ് തന്നെ പർച്ചേസിംഗ് ഒക്കെ തുടങ്ങി കേട്ടോ. അങ്ങനെ പർച്ചേസിംഗ് ഒക്കെ കഴിഞ്ഞിറങ്ങിയപ്പോൾ 12 മണിയാറായി. ഭയങ്കര ചൂട് കാരണം എന്തെങ്കിലും കുടിക്കാം, എന്തെങ്കിലും തണുത്ത എന്തെങ്കിലും കുടിക്കാമെന്ന് ഓർത്ത് നമ്മൾ ആ ഒരു ബേക്കറിയിൽ കയറിയിരിക്കുകയാണ്. ഷേക്ക് കുടിക്കാനായിട്ട് വന്നിരിക്കുകയാണ്. പുറത്ത് നല്ല ചൂടാണ്. ആ ഷേക്ക് വന്നപ്പോൾ തന്നെ എൻ്റെ മുഖത്തെ എക്സ്പ്രഷൻ ചെറുതായിട്ടൊന്നും മാറിയില്ലേ. എനിക്ക് പിസ്ത ഐസ്ക്രീം ഒട്ടും ഇഷ്ടമല്ല. എനിക്കിഷ്ടമല്ല ഗേസി ഫ്ലേവർ, ബട്ട് അവരെനിക്കിതാ തന്നത്. ഷേക്ക് കൊള്ളാം, പക്ഷേ ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് എന്തൊക്കെയാണ് മേടിച്ചതെന്ന് നിങ്ങളെ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാം. നമ്മൾ ഇത്തവണത്തെ വിഷുവിൻ്റെ പടക്കം നമ്മൾ ഹോൾസെയിൽ കടയിൽ പോയി എടുത്തത് 3200 രൂപയുടെ പടക്കമാണ് നമ്മളെടുത്തത്. ഓരപ്പടക്കം 70 രൂപയാണ്. പക്ഷേ നമ്മൾ 300 പടക്കം മേടിച്ച് ഇത് മേളിൽ പോയി പൊട്ടുന്ന പൂത്തിരി, ചൈനീസ് പൂത്തിരി. ഇത് അതുപോലെ തന്നെ മേളിൽ പൊട്ടുന്നതാണ്. എന്നാലും അധികം സമയം നിൽക്കുന്ന സാധനമാണ്. ഇതൊരു പാക്കറ്റിന് 450 രൂപ വിലയാണ്. പുതിയ ഇത്തവണത്തെ വെറൈറ്റി സാധനം. ഇത് കമ്പിത്തിരി പല പല കളറായിട്ട് തിരിക്കുന്നതാണ്. ഇത്രയും വലിയൊരു പാക്കറ്റ് ഇത് 100 രൂപയാണ്. ഇത് അതുപോലെ തന്നെ റെഡ് കളറിലാണ്. ഇതിന് 75 രൂപയാണ്. ഇത് അതുപോലെ തന്നെ ഗ്രീനാണ്, അത് 75 രൂപയാണ് ഒരു പാക്കറ്റിന്. ഇത് ചൈനീസ് പടക്കം, തരിതരി പോലെ പൊട്ടുന്ന പടക്കം, നല്ല ഭംഗിയുള്ള പടക്കമാണ്. അതൊരു പാക്കറ്റിന് 50 രൂപയാണ്. ഇത് ഇലക്ട്രിക് കമ്പിത്തിരി, പൊട്ടിച്ചെതറുന്ന കമ്പിത്തിരിയാണ് ഇത്. അതുപോലെ തന്നെ ഒരു പാക്കറ്റിന് 50 രൂപയാണ്.
ഇത് അതുപോലെ തന്നെ പൂത്തിരി, ഒരാപ്പൂ, വലിയ ഒരാപ്പൂവാണ്. ഇത് അതുപോലെ തന്നെ ഒരാപ്പൂവാണ്. ഇതൊരു വെട്ടി 200 രൂപയാണ് ഇതുവരെ. അതുപോലെ പാളിപ്പടക്കം, ഇത് 1 2 3 4 5 6 7 8 9 10 ഉണ്ട്. 500 രൂപയാണ്. ഇത് പിന്നെ നമ്മുടെ മേളിൽ പൊട്ടുന്ന 30 ഷോട്ടാണ്. 30 ഷോട്ട് മേളിൽ പോയി പൊട്ടുന്ന പല പല കളറിൽ പൊട്ടുന്ന ഇതാണ്. ഇതിൻ്റെ വില 500 രൂപയാണ്. നമ്മൾ ഈ തിരി കത്തിച്ചാൽ മതി. നിലാത്തിരിയാണ്. നിലാത്തിരി ഇത് നമ്മുടെ നാടൻ നിലാത്തിരിയാണ്. ഇതൊക്കെ ഒരെണ്ണത്തിന് 10 രൂപ വെച്ചാണ് നമുക്ക് കിട്ടിയത്. വില കൂടി കഴിയുമ്പോൾ ഇതിൻ്റെ വില കൂടി 25 രൂപയൊക്കെ ഒരെണ്ണത്തിന് വാങ്ങിക്കുന്നുണ്ട്. നമുക്ക് ഒരെണ്ണം 10 രൂപ വെച്ച് കിട്ടും. അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിട്ട് ഇതാ അങ്കുനെയും കാച്ചുനെയും വിളിക്കാൻ പോവാണേ. നമ്മളിന്ന് വാഴാറ്റു കാണാൻ പോവാണ്. 6:15 ഷോ. പൊള്ളി. ഞങ്ങളിവിടെ നേരത്തെ വന്നായിരുന്നു കേട്ടോ. ഇവന്മാരെ ഒരുക്കി കൊണ്ടുപോകുമ്പോൾ നല്ല ടൈം ആവുമെന്ന് ഞങ്ങൾക്ക് അറിയാമായിരുന്നു. ഇപ്പോൾ പിന്നെ ഇവന്മാർക്ക് വെക്കേഷൻ ആണല്ലോ, അത് കാരണം ഇവന്മാർ ഫുൾ ടൈം TV കാണലാണ് പണി. പിന്നെ മാമൻ ഇവിടെ ഇല്ല, മാമൻ കണ്ണൂരാണ് വർക്ക് ചെയ്യുന്നത്. വീക്ക്ലി മാത്രമേ വരാറുള്ളൂ. അത് കാരണം പുറത്ത് പോകാനുള്ള വഴികളൊക്കെ അടഞ്ഞിരിക്കുകയാണ്. ആകുമ്പോഴാണ് ഞങ്ങൾ അങ്ങോട്ട് കയറി ചെല്ലുന്നത്. പക്ഷെ ഈ ഒരു ദിവസം മാത്രമേ തുടങ്ങുന്നതിനേക്കാളും മുമ്പേ ഞങ്ങൾ എത്തി. ആദ്യമായിട്ടാണ് ഇങ്ങനെ എംപ്റ്റി ആയിട്ടുള്ളൊരു സീറ്റ് ഞാൻ കാണുന്നത്. അങ്കും കാച്ചുവാണ് ഇവിടെ ഓടി നടന്ന് കളിക്കുമായിരുന്നു ഗെയ്സ്. കാരണം നമ്മളാണ് ആദ്യം ഇവിടെ വന്നത്. ഞങ്ങളുടെ സീറ്റ് മുകളിലാണ്. അച്ഛന് മാത്രമായിട്ട് നമ്മളിവിടെ ഒരു സീറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു. നമുക്ക് എല്ലാവർക്കും കൂടെ സീറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ലൈഫിൽ ഫസ്റ്റ് ടൈമാണ് കേട്ടോ ഞാൻ ഇത്രയും സാറ്റിസ്ഫൈങ് ആയിട്ടുള്ള ഒരു മൂവി കാണുന്നത്. വാഴ 2 കുറിച്ച് ഒരുപാട് ആൾക്കാരുടെ റിവ്യൂ കേട്ടിരുന്നു ഗൈസ്. അപ്പോൾ അതൊക്കെ കണ്ടിട്ടാണ് നമ്മൾ ഇത് കാണാൻ പോയത്. അടിപൊളി സിനിമയാണ്. നിങ്ങൾ കാണാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഇപ്പം തന്നെ ടിക്കറ്റ് ബുക്ക് ചെയ്ത് പോയി കണ്ടോ. കാരണം അടിപൊളിയാണ്. ഞങ്ങളിത് ആ ഫുഡ് കഴിക്കാനായിട്ട് ഓരോ സ്ഥലം തപ്പി നടക്കുവാണ്. അങ്കൂനും കാച്ചൂനും നമ്മൾ ഫുഡ് മേടിച്ചു കൊടുത്തിട്ട് അവരെ വീട്ടിൽ കൊണ്ടാക്കി. ഞങ്ങൾക്കുള്ള ഫുഡ് അവിടെ തികഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ആ കടയിൽ ഫുഡ് കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ. അത് കാരണം അവന്മാർക്ക് മാത്രം മേടിച്ചു കൊടുത്തു. ഇപ്പോൾ ഇതാ ചേർത്തലയിൽ ഒരു തട്ടുകടയിലാണ് നമ്മൾ വന്നിരിക്കുന്നത്. ഇവിടെ വന്നപ്പോൾ ഇതാ ഇവർക്കും ഫുഡൊക്കെ ഓൾമോസ്റ്റ് തീരാറായി. ഇവിടെ അപ്പവും കടലക്കറിയും മാത്രമാണ് ഉണ്ടായിരുന്നത്. അങ്ങനെ ഞങ്ങൾ അതൊക്കെ കഴിച്ച് വീട്ടിൽ പോയി. അപ്പോൾ ഓക്കെ ഗൈസ്, നമുക്ക് വേറൊരു വീഡിയോ ആയിട്ട് ഉടനെ തന്നെ കാണാം കേട്ടോ.